പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ മെട്രിക്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, സിമ്മട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ വീഡിയോ നല്ലതുപോലെ ഒബ്സർവ് ചെയ്തതിന് ശേഷം ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, 12 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഫോക്കസ് ഏരിയയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞ കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസുകളും നല്ലതുപോലെ ചെയ്ത് പഠിച്ചാൽ ആ 12-ൽ നിങ്ങൾക്ക് മിനിമം ഒരു 8 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മെട്രിക്സിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. കൺസ്ട്രക്ട് എ 2x2 matrix A equal to matrix Aij where Aij equal to I plus 2j whole square all divided by 2. റൈറ്റ് എ എന്ന് പറയുന്ന 2x2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഇതിൻ്റെ ജനറൽ മെട്രിക്സ് എന്ന് പറഞ്ഞ ആശയം ആദ്യം എഴുതണം. 2x2 ഓർഡറിലുള്ള ജനറൽ മെട്രിക്സ് എന്ന് പറയുന്നത് A ഈക്വൽ ടു മെട്രിക്സ് A11, A12, A21, A22. നമുക്കിനി A11, A12, A21, A22 എന്നീ എലമെൻറ്റുകൾ കണ്ടെത്തിയാൽ മതി. അത് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കണക്ഷനാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. Aij എന്ന് പറയുന്നത്, അതായത് ijth എലമെന്റ് എന്ന് പറയുന്നത് I plus 2j whole square divided by 2 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ A11 എന്ന് പറഞ്ഞ കാര്യം കാണണമെങ്കിൽ ഐക്ക് 1 കൊടുക്കുക, jക്ക് 1 കൊടുക്കുക. റൈറ്റ് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 plus 2 into 1 whole square divided by 2 which is equal to 2 into 1 എന്ന് പറയുന്നത് 2 ആണ്, 2 plus 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 വരും. അപ്പോൾ 9/2 A11 കിട്ടുന്നു. A12 ഈക്വൽ ടു ഐക്ക് 1 കൊടുക്കുക, ജെക്ക് 2 കൊടുക്കുക. 1 plus 2 into 2 whole square divided by 2. 2 into 2 എന്ന് പറയുന്നത് 4 ആണ്, 4 plus 1 5 ആണ്, 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 divided by 2. അടുത്തത് കാണേണ്ടത് A21. I എന്ന് പറയുന്നതിന് 2, J എന്ന് പറയുന്നതിന് 1. ഐക്ക് 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 plus 2 into ജെയുടെ പൊസിഷനിൽ 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 which is equal to 2 into 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 plus 2 എന്ന് പറഞ്ഞാൽ 4, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 16/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. A22 ഈക്വൽ ടു ഐക്ക് 2 അപ്ലൈ ചെയ്യുക, അതുപോലെ ജെക്കും 2 തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 plus 2 into 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2 into 2 4 വരും, 4 plus 2 എന്ന് പറഞ്ഞാൽ 6 വരും, 6ന്റെ സ്ക്വയർ 36 divided by 2 which is equal to 18. ഇപ്പോൾ എല്ലാ എലമെന്റുകളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9/2, 25/2, 8, 18. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് കൺസിഡർ ദ മെട്രിക്സസ് A ഈക്വൽ ടു മെട്രിക്സ് 2 - 6 1 2 ആൻഡ് A - 3B ഈക്വൽ ടു മെട്രിക്സ് 5 - 3 - 2 - 1. അതായത് ഇവിടെ 2 മെട്രിക്സസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്, അടുത്തത് A - 3B എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. 3 സബ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യം ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കാണണം, അടുത്തത് AB എന്ന് പറഞ്ഞ മെട്രിക്സ് കാണണം, അടുത്തത് ബിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്കിവിടെ A - 3B എന്ന് പറഞ്ഞ കാര്യം തന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കുന്ന ആശയത്തിലേക്ക് പോകുന്നത്. A - 3B എന്ന് പറയുന്നത് മെട്രിക്സ് 5 - 3 - 2 - 1. ഇവിടെ നമുക്ക് വേണ്ടത് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ -3b എന്ന് പറയുന്നതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മെട്രിക്സിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. എ എന്ന് പറഞ്ഞ മെട്രിക്സിന് പകരം നമുക്ക് തന്നു കഴിഞ്ഞിട്ടുള്ള മെട്രിക്സ് അതുപോലെ അവിടേക്ക് എഴുതുന്നു. അപ്പോൾ എന്റെ സ്ഥാനത്ത് എന്ത് വരും? മെട്രിക്സ് 2 - 6 1 2 മൈനസ് ഈ മെട്രിക്സ് എന്ന് പറയുന്നതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 - 3 - 2 - 1 ഈക്വൽ ടു 3b.
മെട്രിക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 2 - 5 -3 -6 -3 -6 -3. അപ്പോൾ സെൻട്രൽ പ്ലസ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -3 എന്ന് പറഞ്ഞ കാര്യമാണ്. 1 - -2 1 - -2 സെൻട്രൽ പ്ലസ് ആവും. അപ്പോൾ ആൻസർ കിട്ടുന്ന എത്രയാണ്? 3 ആണ്. 2 - -1 അതും എന്ത് തന്നെ വരിക? 2 + 1 വരും, 3 വരും. ഈക്വൽ ടു 3b. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3b ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്നും b എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണമെന്നുണ്ടെങ്കിൽ എല്ലാ നമ്പറുകളെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ b എന്ന് പറഞ്ഞ മെട്രിക്സ് -1 -1 1 1. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി കണ്ടെത്തി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ എ ബി എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. എ എന്ന് പറയുന്ന മെട്രിക്സ് 2 -6 1 2. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് -1 -1 1 1. എങ്ങനെയാണ് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തിരുന്നത്? റോ എടുക്കുക, കോളം എടുക്കുക, കറസ്പോണ്ടിങ് കാണുന്ന നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് 2 × -1 പ്ലസ് -6 × 1. അടുത്ത കോളം നമ്മൾ ചൂസ് ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം അതേ റോ തന്നെ ഉപയോഗിക്കുന്നു. 2 × -1 പ്ലസ് -6 × 1. രണ്ടാമത്തെ റോ ഉപയോഗിക്കുമ്പോൾ 1 × -1 പ്ലസ് 2 × 1. അടുത്ത കോളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1 × -1 പ്ലസ് 2 × 1. ഇറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 × -1 -2 പ്ലസ് -6 -2 പ്ലസ് -6 -1 പ്ലസ് 2 -1 പ്ലസ് 2. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2 പ്ലസ് -6 എന്ന് പറഞ്ഞാൽ -8, വീണ്ടും -8 1 1. ഇനി നമുക്ക് അവിടെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ബിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങൾ. -1 -1 1 1. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റോകളെയും കോളമാക്കി എഴുതുക. -1 -1 എന്ന് പറയുന്നത് റോ ആണ്. ബി ട്രാൻസ്പോസിലേക്ക് വരുമ്പോൾ അത് കോളമായി മാറുന്നു. 1 1 എന്ന് പറയുന്നത് റോ ആണ്, അത് കോളമാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതണമെങ്കിൽ എന്ത് ചിന്തിച്ചാൽ മതി? അതിന്റെ എല്ലാ റോകളെയും എന്താക്കിയാൽ മതി? കോളമാക്കി റെപ്രസെന്റ് ചെയ്താൽ മതി. മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. A + A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുകയാണ്. മെട്രിക്സ് 2 4 5 6. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞു എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുക എന്നുള്ളത്. എല്ലാ റോകളെയും കോളമാക്കി മാറ്റുക. മെട്രിക്സ് 2 4 5 6. തൊട്ട് താഴെ A + A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. A + A ട്രാൻസ്പോസ് കാണണമെങ്കിൽ കറസ്പോണ്ടിങ് ആയ എലമെന്റ്സുകൾ ആഡ് ചെയ്യുക. 2 + 2 4 വരും, 4 + 5 9 വരും, 5 + 4 9 വരും, 6 + 6 12 വരും. നമുക്കിത് സിമ്മട്രിക് ആണെന്നുള്ള ആശയമാണ് പറയേണ്ടത്. ഒരു മെട്രിക്സ് സിമ്മട്രിക് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് അതേ മെട്രിക്സ് തന്നെ ആയിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടെത്തി നോക്കാം. A + A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു എല്ലാ റോയിനെയും കോളാക്കിയാൽ മതി. അപ്പോൾ 4 9 9 12. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേ മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഇതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞ് എനിക്ക് എന്ത് എഴുതാം? A + A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. നിങ്ങളിവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? A + A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തു, പക്ഷെ കിട്ടിയിരിക്കുന്നത് എന്ത് തന്നെയാണ്? A + A ട്രാൻസ്പോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? therefore A + A ട്രാൻസ്പോസ് ഈസ് എ സിമ്മട്രിക് മെട്രിക്സ്. ഇതേപോലെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ട് A - A ട്രാൻസ്പോസ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എ എഴുതുക, A ട്രാൻസ്പോസ് എഴുതുക, A - A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടെത്തുക. കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് മെട്രിക്സിനെയാണോ സ്ക്യൂ സിമ്മട്രിക് എന്ന് പറഞ്ഞ ആശയം പറയുന്നത്, ആ ഒരു കണ്ടീഷൻ കിട്ടണമെങ്കിൽ ആ മെട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്പോസ് കണ്ടെത്തിയാൽ അതിൻ്റെ തന്നെ നെഗറ്റീവ് പാർട്ടിലേക്കാണ് കണക്ഷൻ പോകുന്നത്. അതേപോലെ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാം A - A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. അഥവാ വരികയാണെങ്കിൽ കണക്ട് ചെയ്യേണ്ട ആശയമാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വെരിഫിക്കേഷൻ ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്, B എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്.
ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എ ബി എന്ന് പറയുന്നതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വെരിഫിക്കേഷൻ പറയുന്നു എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം. ഈ ഒരു വെരിഫിക്കേഷനാണ് 3 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ വെയിറ്റേജിലൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസുകളിലൂടെ ഒന്ന് കടന്നു പോവാം. ഈ എ ബി എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം എ എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ നോക്കുക. എ എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ ഇവിടെ 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്. ബി എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഓർഡർ നോക്കുമ്പോൾ 3 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പോൾ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ 2/3 ആണ്, ബി എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ 3/2 ആണ്. ഇത് എൻ്റെയും ഇത് ബിൻ്റെയും ആണ്. ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം പോസിബിൾ ആവുകയുള്ളൂ. ഇവിടെ ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്, അതായത് എ ബി എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ വരുന്നത് ഇവിടുത്തെ ആദ്യത്തെയും ഇവിടുത്തെ ലാസ്റ്റ് നിൽക്കുന്ന കാര്യത്തിന്റെ ആയിരിക്കും. അതായത് ഓർഡർ എന്താ വരിക, 2/2 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ ഒരു ജനറൽ ഐഡിയ എത്രയേ ഉള്ളൂ, എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/n-ഉം ബി എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ n/p ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഓർഡർ m/p ആയിരിക്കും. ബി പാർട്ടിലേക്ക് പോകുമ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം എഴുതണം. എന്ത് ചെയ്താൽ മതി, എല്ലാ റോയിനെയും കോളാക്കിയാൽ മതി. അപ്പോൾ 1 2 -3 എന്ന് പറയുന്നത് കോളമാക്കി മാറ്റുക, 2 1 -1 എന്ന് പറയുന്നത് കോളമാക്കി മാറ്റുക. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം എഴുതണമെന്നുണ്ടെങ്കിൽ 2 3 എന്ന് പറയുന്നത് കോളമാക്കുക, 5 4 എന്ന് പറയുന്നത് കോളമാക്കുക, 1 6 എന്ന് പറയുന്നത് കോളമാക്കി എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വെരിഫിക്കേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ ബി എന്ന് പറഞ്ഞ മാട്രിക്സ് കണ്ടുപിടിക്കുക. എ ഇൻറ്റു ബി, അതായത് മാട്രിക്സ് 1 2 -3 2 1 -1 ഇൻറ്റു മാട്രിക്സ് 2 3 5 4 1 6. ഇവിടെ നിന്ന് റോ എടുക്കുക, ഇവിടെ നിന്ന് കോളം എടുക്കുക. കറസ്പോണ്ടിങ് ആയി കാണുന്ന നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 1 × 2 പ്ലസ് 2 × 5 പ്ലസ് -3 × 1. ഇവിടെ 3 എലമെന്റ്, ഇവിടെയും 3 എലമെന്റ്. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയും ടേമുകൾ അവിടെ വരും. അടുത്ത കോളത്തിലേക്ക് ചെയ്യുമ്പോൾ 1 × 3 പ്ലസ് 2 × 4 പ്ലസ് -3 × 6. ഇതേപോലെ സെക്കൻഡ് റോ എടുക്കുക. 2 × 2 പ്ലസ് 1 × 5 പ്ലസ് -1 × 1. അടുത്ത കോളത്തിലേക്ക് ചെയ്യുമ്പോൾ 2 × 3 പ്ലസ് 1 × 4 പ്ലസ് -1 × 6, which is equal to matrix 2 plus 10 minus 3, 3 plus 8 minus 18, 4 plus 5 minus 1, 6 plus 4 minus 6, which is equal to matrix 12 minus 3 എന്ന് പറഞ്ഞ കാര്യമാണ് വരിക 9. 3 plus 8 എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ 11 വരും. 11 minus 18 എന്ന് പറയുമ്പോൾ -7. 9 minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വരും. 10 minus 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ബി ആണ്. തൊട്ടടുത്ത് എ ബിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 - 7 8 4. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് ഞാൻ എടുക്കുകയാണ്. കാരണം നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് ചെയ്യേണ്ടത്. ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും തൊട്ടുമ്പോൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അവിടേക്ക് എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ആദ്യം ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം എഴുതുന്ന സമയത്ത് 2 3 5 4 1 6 ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ 1 2 -3 2 1 -1. തൊട്ട് മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അതേപോലെ തന്നെ റോ എടുക്കുക, കോളത്തിലേക്ക് എടുക്കുക. ഈക്വൽ ടു മാട്രിക്സ് ഫസ്റ്റ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളത്തിലേക്ക് ചെയ്യുന്നു. 2 × 1 പ്ലസ് 5 × 2 പ്ലസ് 1 × -3. അടുത്ത കോളത്തിലേക്ക് ചെയ്യുമ്പോൾ 2 × 2 പ്ലസ് 5 × 1 പ്ലസ് 1 × -1. സെക്കൻഡ് റോ എടുത്തിട്ട് ഫസ്റ്റ് കോളത്തിലേക്ക് ചെയ്യുമ്പോൾ 3 × 1 പ്ലസ് 4 × 2 പ്ലസ് 6 × -3. അടുത്ത കോളത്തിലേക്ക് ചെയ്യുമ്പോൾ 3 × 2 പ്ലസ് 4 × 1 പ്ലസ് 6 × -1. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മാട്രിക്സ് 2 പ്ലസ് 10 -3,
4 plus 5 minus 1, 3 plus 8 minus 18, 6 plus 4 minus 6, which is equal to matrix 2 plus 10 എന്ന് പറഞ്ഞാൽ 12, 12 minus 3 എന്ന് പറയുന്നത് 9, 4 plus 5 എന്ന് പറഞ്ഞാൽ 9, 9 minus 1 എന്ന് പറഞ്ഞാൽ 8, 3 plus 8 11 ആണ്, 11 minus 18 എന്ന് പറഞ്ഞാൽ -7, 10 minus 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി നിർത്തുകയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നതിന് കിട്ടിയ ആൻസറും ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്നതിന് കിട്ടിയ ആൻസറും ഒരേപോലെയാണ് കിട്ടുന്നത്. ഇങ്ങനെയുള്ള വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ ആൻസർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? therefore എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് തന്നെ ചെയ്യണം. ശരിക്കും നമ്മൾ ട്രാൻസ്പോസുകൾ കണ്ടെത്തിയതിൽ ആദ്യം എ ട്രാൻസ്പോസ് ആണ് കണ്ടത്, പിന്നീടാണ് നമ്മൾ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ തന്നെ ചെയ്യണം? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് തന്നെ ചെയ്യണം. കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, എല്ലായ്പ്പോഴും അത് കമ്മ്യൂട്ടേറ്റീവ് ആവില്ല, ചില സന്ദർഭങ്ങളിൽ മാത്രമേ അത് കമ്മ്യൂട്ടേറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഏത് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു മോഡൽ ചോദ്യത്തിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 2x2 ഓർഡറിലുള്ള എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ ijth എലമെന്റ് എന്ന് പറയുന്നത് 2i plus j എന്ന് പറഞ്ഞ കാര്യമാണ്. അത് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എ പ്ലസ് എ ട്രാൻസ്പോസും കാണണം, എ മൈനസ് എ ട്രാൻസ്പോസും കാണണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒരു സിമ്മട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഒന്നും രണ്ടും കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇങ്ങനെ സബ് പാർട്ടുകളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ വരാം. എന്തായാലും നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതേ ijth എലമെന്റ് തന്നിട്ട് തന്നെ 2x2 ഓർഡറുള്ള മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരുന്നതിന് വേണ്ടി അതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ ജനറൽ മെട്രിക്സ് എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. മെട്രിക്സ് a11 a12 a21 a22. a11 എന്ന് പറയുന്നത് ഐക്കും ജെക്കും 1 അപ്ലൈ ചെയ്യാം. 2 × 1 + 1 which is equal to 2 + 1 3. a12 equal to 2 × 1 + 2 equal to 2 + 2 which is equal to 4. a21 equal to 2 × 2 + 1 equal to 4 + 1 which is equal to 5. a22 equal to 2 × 2 + 2 which is equal to 4 + 2 equal to 6. Therefore a equal to matrix 3 4 5 6. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതിന് എന്ത് വരണം? എ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ, എ ട്രാൻസ്പോസ് വേണ്ടേ? അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം ഒന്ന് കണ്ടെത്തുകയാണ്. 3 4 5 6. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ മെട്രിക്സും ഈ മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുക, കറസ്പോണ്ടിങ് ആയ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 3 + 3 എന്ന് പറഞ്ഞാൽ 6 വരും, 4 + 5 എന്ന് പറഞ്ഞാൽ 9 വരും, 5 + 4 എന്ന് പറയുന്നത് 9 വരും, 6 + 6 എന്ന് പറഞ്ഞാൽ 12 വരും. തൊട്ട് താഴെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 3 - 3 എന്ന് പറഞ്ഞാൽ 0 വരും, 4 - 5 എന്ന് പറഞ്ഞാൽ -1 വരും, 5 - 4 എന്ന് പറഞ്ഞാൽ 1 വരും, 6 - 6 എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിനെ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതണം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എ പ്ലസ് എ ട്രാൻസ്പോസും അറിയാം, എ മൈനസ് എ ട്രാൻസ്പോസും അറിയാം. ഇങ്ങനെ സിമ്മട്രിക്കിൻ്റെയും സ്ക്യൂ സിമ്മട്രിക്കിൻ്റെയും സമ്മായി എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു കാര്യമാണ്. എ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്, എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് ആണ്. പിന്നെ 1/2 കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇതിൽ ഈ ഒരു മെട്രിക്സിനെ ഞാൻ പി എന്ന് പറഞ്ഞു, ഈ ഒരു മെട്രിക്സിനെ ക്യൂ എന്ന് പറഞ്ഞ ആവശ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ
പി എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടുന്നതിന് വേണ്ടി എ പ്ലസ് എ ട്രാൻസ്പോസ് ഓൾറെഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് എന്ത് ചെയ്താൽ മതി, പി എന്ന് പറഞ്ഞ കാര്യം കിട്ടണമെങ്കിൽ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്താൽ മതി. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സിലെ നമ്പറുകളുടെ എല്ലാം പകുതി എഴുതുക. 6/2 എന്ന് പറഞ്ഞാൽ 3 വരും, 9/2 എന്ന് പറഞ്ഞാൽ 4.5 വരും, 9/2 എന്ന് പറഞ്ഞാൽ 4.5 വരും, 12/2 എന്ന് പറയുമ്പോൾ 6 വരും. ഇതാണ് പി എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് സിമ്മട്രിക് ആണ് എന്നുള്ള കാര്യം നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇത് ഏത് ചോദ്യം തന്നു കഴിഞ്ഞാലും നമ്മൾ തെളിയിക്കണം. തെളിയിക്കാൻ വേണ്ടി തൊട്ട് താഴെ പിന്റെ ട്രാൻസ്പോസ് എന്ന് കാണാം. പിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ 3, 4.5, 4.5, 6 ഇത് എന്തിന് തന്നെ തുല്യമാണ്, പിക്ക് തന്നെ തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ എന്തുകൂടി കൺക്ലൂഷൻ കൊടുക്കുക, therefore P is symmetric. അടുത്ത സ്റ്റെപ്പ് എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇനി ക്യൂ എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് വേണ്ടത്. അപ്പോൾ ക്യൂ ഈക്വൽ ടു 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് കിട്ടിയിരിക്കുന്ന മെട്രിക്സിലെ അകത്ത് കിടക്കുന്ന നമ്പറുകളുടെ എല്ലാം പകുതി എഴുതുക. പകുതി എഴുതിയാൽ 0ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 0 വരും. -1 എന്ന് പറയുന്നതിൻ്റെ പകുതി -1/2 ആണ്, അതായത് -0.5. 1ന്റെ പകുതി എന്ന് പറയുന്നത് 0.5, 0ന്റെ പകുതി എന്ന് പറയുന്നത് 0. അപ്പോൾ നമുക്ക് ക്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. തൊട്ട് താഴെ ക്യൂവിൻ്റെ ട്രാൻസ്പോസ് കാണുക. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ 0 -0.5, 0.5, 0. ഈ രണ്ട് മെട്രിക്സ് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ -0.5 ആണ്, പക്ഷെ ഇവിടെ പോസിറ്റീവ് ആണ്. ഇവിടെ +0.5 ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, -q എന്ന് പറഞ്ഞാൽ എഴുതാം. therefore q is skew symmetric. പി എന്ന് പറയുന്നത് സിമ്മട്രിക് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൺക്ലൂഷൻ നമുക്ക് എന്ത് പറയാം, therefore A ഈക്വൽ ടു പി പ്ലസ് ക്യൂ. പിയും ക്യൂവും ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. അതതിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലാണ് ചെയ്യേണ്ടത്. ശരിക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുള്ളൂ, എ എന്ന് പറയുന്ന അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുള്ളൂ. നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് പറയുക. ചില ഗൈഡുകളിലൊക്കെ സോൾവ് ചെയ്ത് കിടക്കുന്നത് ആഡ് ചെയ്ത കാര്യങ്ങൾ കൂടി കാണാറുണ്ട്. അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുമ്പോൾ പി സിമ്മട്രിക് ആണെന്നും ക്യൂ സ്ക്യൂ സിമ്മട്രിക് ആണെന്നും പറയുന്നുണ്ട്. പിന്നെ എ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ 3/3 ആണ്. ഈ ഒരു മെട്രിക്സിനെ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. കഴിഞ്ഞ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം, കഴിഞ്ഞതിൽ നമുക്ക് ijth എലമെന്റ് എന്ന് പറയുന്ന കാര്യം തന്നു. അവിടെ നിന്ന് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. അതിനുശേഷം എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടെത്തി. അതിനുശേഷമാണ് നമ്മൾ സിമ്മട്രിക്കിൻ്റെയും സ്ക്യൂ സിമ്മട്രിക്കിൻ്റെയും സമ്മായി റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞ ആശയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒരു സിമ്മട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സമ്മായി റെപ്രസെൻറ്റ് ചെയ്യണം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് മുൻപിലേക്ക് മൂവ് ചെയ്യുക. പി എന്ന് പറയുന്ന മെട്രിക്സും ക്യൂ എന്ന് പറയുന്ന മെട്രിക്സാണ് പ്രധാനമായും നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് മുമ്പിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. എ എന്ന് പറയുന്ന മെട്രിക്സ് 2 -2 -4 -1 3 4 1 -2 -3. തൊട്ടടുത്ത് അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ 2 -2 -4 റോയിലുള്ള എലമെൻറ്റുകളെ കോളാക്കി മാറ്റി. -1 3 4 1 -2 -3. അപ്പോൾ എ എഴുതി, എ ട്രാൻസ്പോസ് എഴുതി. തൊട്ട് താഴെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. 2 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. -2 + -1 എന്ന് പറഞ്ഞാൽ -3 വരും. -4 + 1 എന്ന് പറഞ്ഞാൽ -3 വരും. -1 + -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 വരും. 3 + 3 എന്ന് പറഞ്ഞാൽ 6 വരും. 4 + -2 എന്ന് പറഞ്ഞാൽ 2 വരും. 1 + -4 എന്ന് പറഞ്ഞാൽ -3 വരും. -2 + 4 എന്ന് പറയുന്നത് 2 വരും. -3 + -3 എന്ന് പറയുന്നത് -6 വരും. അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. ഈ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ മെട്രിക്സിലെ നമ്പറുകളുടെ എല്ലാം പകുതി എഴുതിയാൽ മതി. പകുതി എഴുതുമ്പോൾ 4 എന്ന് പറയുന്നതിൻ്റെ പകുതി 2 വരും. -1.5 വരും. -1.5 വരും. -1.5 3 1
മൈനസ് 1.5 1 മൈനസ് 3. ഈ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ പി എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് പറയുന്നത്. തൊട്ടടുത്ത് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. പി ട്രാൻസ്പോസ് 2 മൈനസ് 1.5 മൈനസ് 1.5 മൈനസ് 1.5 3 1 മൈനസ് 1.5 1 മൈനസ് 3. ഇത് എന്ത് തന്നെയായിരിക്കും? പി എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore P is symmetric. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 2 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരുന്നു. മൈനസ് 2 മൈനസ് മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് 2 പ്ലസ് 1 ആയിട്ട് മാറും, അതായത് മൈനസ് 1 വരും. മൈനസ് 4 മൈനസ് 1 മൈനസ് 5 മൈനസ് 1 മൈനസ് മൈനസ് 2 1 വരുന്നു. 3 മൈനസ് 3 0. 4 മൈനസ് മൈനസ് 2 6. 1 മൈനസ് മൈനസ് 4 5. മൈനസ് 2 മൈനസ് 4 മൈനസ് 6. മൈനസ് 3 മൈനസ് മൈനസ് 3 0. ഈ ഡിഫറൻസുകൾ കണ്ടുപിടിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ നേരെ കാൽക്കുലേറ്ററിൽ കൊടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. തൊട്ടടുത്ത സ്റ്റെപ്പ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. എല്ലാ നമ്പറുകളുടെയും പകുതി എഴുതുക. 0 മൈനസ് 0.5 മൈനസ് 2.5 0.5 0 3 2.5 മൈനസ് 3 0. ഇതാണ് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് എഴുതേണ്ടത്. തൊട്ട് താഴെ ക്യൂവിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിക്കുക. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ 0 മൈനസ് 0.5 മൈനസ് 2.5 0.5 0 3 2.5 മൈനസ് 3 0. ഈ രണ്ട് മെട്രിക്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവിൻ്റെ വ്യത്യാസം കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെ മൈനസ് ക്യൂ എന്ന് പറഞ്ഞ് എഴുതാം. അതായത് ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക്. ഇപ്പോൾ പി എന്ന് പറയുന്നത് സിമ്മട്രിക് ആണെന്നും ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് ആണെന്നും പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? പിയും ക്യൂവും ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. therefore ക്യാപിറ്റൽ എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ചോദ്യം മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സമ്മായി റെപ്രസെൻറ്റ് ചെയ്യാനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കാര്യം പഠിച്ചു കഴിഞ്ഞു. സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സമ്മായി റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ക്വസ്റ്റ്യൻസുകൾ കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കണം. അത്തരം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് പഠിക്കുന്നത് വളരെയധികം നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിനകത്ത് കിടക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് മെട്രിക്സ് കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ മൈനസ് സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ ആണ് എന്നുള്ള കാര്യം തെളിയിക്കണം. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എ ഇൻറ്റു എ എന്ന് പറഞ്ഞ കാര്യമാണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു വീണ്ടും എ തന്നെയാണ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ നിന്ന് റോ എടുക്കുന്നു, ഇവിടെ നിന്ന് കോളം എന്ന് പറഞ്ഞ കാര്യം എടുക്കുന്നു. കറസ്പോണ്ടിങ് ആയി കാണുന്ന എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. മൈനസ് എന്ന് പറഞ്ഞ കാര്യം വരും. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റയാണ്. അടുത്ത കോളത്തിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി രണ്ടാമത്തെ റോ എടുക്കുക, അടുത്ത കോളത്തിലേക്ക് ചെയ്യാം. മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. അതേ റോ തന്നെ രണ്ടാമത്തെ കോളത്തിലേക്ക് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു മെട്രിക്സ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് രണ്ട് ടേമുകളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് രണ്ട് ടേമുകളുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ രണ്ടും കൂടി ചേർത്തിട്ട് എന്ത് എഴുതാം? 2 സൈൻ തീറ്റ കോസ് തീറ്റ.
അതേപോലെ ഇവിടെ മൈനസ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റ ഇവിടെ ഉണ്ട്, സൈൻ തീറ്റ കോസ് തീറ്റ ഇവിടെ ഉണ്ട്. ഇപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ പോസിറ്റീവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു മാട്രിക്സ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഐഡന്റിറ്റി ആണ്. അത് എന്തിനു തുല്യമാണ്? കോസ് 2 തീറ്റയ്ക്ക് തുല്യമാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് മറ്റൊരു ഫോർമുലയാണ്, അത് സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ്. അപ്പോൾ താഴത്തുള്ള ഈ ഒരു കാര്യം എന്ത് വരും? മൈനസ് സൈൻ 2 തീറ്റ. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് വരുന്നു? കോസ് 2 തീറ്റ എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. ഈ ഐഡന്റിറ്റി കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നമുക്ക് തെളിയിക്കാനുള്ളത് ആശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞ കാര്യത്തിനെ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സമ്മായി റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിർബന്ധമായി നിങ്ങൾ പഠിക്കുന്നതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലാത്ത വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസുകളും അതേമാതിരി വാല്യൂസുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളും മെട്രിക്സുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ്. ഇതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.